നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് പുതിയ ചൈതന്യവും ഉന്മേഷവും ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ മാറ്റമില്ലാത്ത തിരുവചനം ഓരോ ദിവസവും ധ്യാനിക്കുമ്പോൾ, ഓരോ ദിവസവും പഠിക്കുമ്പോൾ നാം നിത്യജീവനിലേക്ക് ഓരോ ദിവസവും നടന്ന് അടുക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് വരാം. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പാറയെ തകർക്കുന്ന ചുറ്റിക. കഴിഞ്ഞ 13 എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് 14ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന പാറയെ തകർക്കുന്ന ചുറ്റികയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്നത്തെ ഈ 14ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വിഷയത്തോടനുബന്ധിച്ച് ദൈവത്തിൻ്റെ വചനവും നിത്യജീവനും എന്നുള്ള വിഷയമാണ്. എന്താണ് നമ്മുടെ വിഷയം? ദൈവവചനവും നിത്യജീവനും. ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാമത്തെ വാക്യം. യോഹന്നാൻ 5:39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എന്താണ് വാക്യം? നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യജീവിതം വളരെ നൈമിഷികമാണ്. ഈ നൈമിഷികമായ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നതാണോ? നൂറ്റാണ്ടുകളായി ഈ ഭൂമിയുടെ പരപ്പിൽ എത്രയോ തലമുറകൾ ജനിച്ചും മരിച്ചും എത്രയോ തലമുറകളാണ് ഈ ഭൂപ്പരപ്പിൽ നിന്നും അപ്രത്യക്ഷരായത്. ഒരു തലമുറ മറ്റൊരു തലമുറയ്ക്ക് വഴിമാറുന്നു. എന്നാൽ ഇതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണോ? ഇതിനെല്ലാമുള്ള ഉത്തരം വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്നു. മനുഷ്യന് ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവനാണ്. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്താണ്? ദൈവവചനവും നിത്യജീവനും. അപ്പോൾ ഈ തിരുവചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ നിത്യജീവനാണ്. അപ്പോൾ മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് മരണം. നമുക്കറിയാം, ലോകത്തിലേക്ക് നോക്കിയാൽ എല്ലാ തുറകളിലും പെട്ടവർ മരണത്തിന് വിധേയരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് നിത്യജീവൻ വാഗ്ദത്തം ചെയ്യുന്നു. മരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും മരിക്കുകയാണ്. കോടീശ്വരന്മാർ, പട്ടിണിപ്പാവങ്ങൾ, പുരോഹിത ശ്രേഷ്ഠന്മാർ, തിരുമേനിമാർ, ഐമേനിമാർ, വ്യാപാര വ്യവസായ പ്രമുഖന്മാർ, രാഷ്ട്രീയക്കാർ, വൻകിട പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയർമാർ, എത്ര ശ്രമിച്ചിട്ടും ജീവൻ നിലനിർത്തുവാൻ കഴിയാതെ പരാജയഭാരം പേറുന്ന ഡോക്ടർമാർ, ലോകത്തെ കിടുകിട വിറപ്പിച്ച രാജാക്കന്മാർ, പുത്തൻ ആക്രമണ തന്ത്രങ്ങൾക്ക് രൂപം കൊടുത്ത സർവ്വസൈന്യാധിപന്മാർ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിമരുന്നിട്ട ശാസ്ത്രജ്ഞന്മാർ, ആഴക്കടലിന്റെ ആഴങ്ങളിൽ പോലും വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ തേടുന്ന ശാസ്ത്രലോകത്തെ ഗവേഷകന്മാർ, ജ്യോതിർഗോളങ്ങളെപ്പോലും അമ്മാനമാടുവാൻ തക്കവണ്ണം ഉയരങ്ങൾ കീഴടക്കിയ ശാസ്ത്ര കുതുകികൾ, ആറ്റത്തെ വിഭജിക്കുകയും ആറ്റം ബോംബ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആണവ വിദഗ്ധന്മാർ, കമ്പ്യൂട്ടറുകളിൽ വിസ്മയം സൃഷ്ടിക്കുന്ന IT വിദഗ്ധന്മാർ, മനുഷ്യ ശരീരത്തെ കീറി മുറിച്ച് ശസ്ത്രക്രിയ നടത്തുവാൻ കഴിവുള്ള ഭിഷഗ്വരന്മാർ, ഹൃദയം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ മാറ്റിവെക്കുവാൻ കെൽപ്പുള്ള ശസ്ത്രക്രിയാ വിദഗ്ധന്മാർ, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും
എല്ലാ പദവികളിലും ഉള്ളവരെല്ലാവരും അവസാനം മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം മരണത്തിനപ്പുറമായ ഒരു നിത്യജീവൻ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം മരണത്തിനപ്പുറമായ നിത്യജീവൻ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ഈ തിരുവചനം എന്താ പറയുന്നത്? യോഹന്നാൻ 5:39, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അപ്പൊ ഈ തിരുവെഴുത്തുകൾ മനുഷ്യന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. കാരണം ഇത് യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന പുസ്തകമാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. നിത്യജീവന്റെ ഉറവയായ യേശുക്രിസ്തുവിനെ ഈ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ കർത്താവിലൂടെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. ഈ കർത്താവിലൂടെയുള്ള നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ കർത്താവിൻ്റെ വചനം നാം അനുസരിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം യേശുവിനെ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നു. യേശുവിൽ കൂടെയുള്ള രക്ഷ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ആ രക്ഷ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണം? അനുസരിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് പ്രസക്തമായൊരു ചോദ്യം ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെ. അനന്തരം ഒരുത്തൻ വന്ന അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചു. യേശുവനോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്താ? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്നവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്താ? അപ്പോൾ യേശുവിൻ്റെ മറുപടി, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളത് വിറ്റ ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനത്തിങ്കൽ ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു. വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇവിടെ ഒരു യൗവനക്കാരൻ വന്ന് കർത്താവിനോട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? അപ്പൊ എന്തായിരുന്നു യേശുവിന്റെ മറുപടി? നീ ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. അപ്പം അവൻ അനുസരിക്കേണ്ടതായ കൽപ്പനകളെ കുറിച്ച് യേശു പറഞ്ഞു. അതെവിടെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ. അപ്പൊ ഈ തിരുവചനം ഒരു മനുഷ്യന്റെ രക്ഷയ്ക്കും നിത്യജീവനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉപദേശിച്ച് നൽകുന്നു. ഇതിനകത്ത് രക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളുമുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം. ഞാൻ പറഞ്ഞ വാചകം ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ദൈവകൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ചാൽ, എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതം നയിച്ചാൽ നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരുവനിൽ ദൈവവചനത്തിന് അനുസൃതമായ പ്രവൃത്തികൾ ഉണ്ടാകണമെന്ന് സാരം. അതുകൊണ്ടാണ് യേശു ആ മനുഷ്യനോട് പറഞ്ഞത്, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന്. അപ്പോൾ നമുക്ക് ന്യായമായ ഒരു സംശയമുണ്ടാകും. അതായത് രക്ഷ പ്രാപിക്കുവാൻ നാം എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യേണ്ടത് ആവശ്യമാണോ? ഒരിക്കലുമല്ല. രക്ഷ നമുക്ക് ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഇത് പറയുന്ന പ്രവൃത്തികൾ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഫിലിപ്പിയിലെ കാരാഗൃഹ പ്രമാണിയോട് അപ്പോസ്തലനായ പൗലോസ് എന്താ പറഞ്ഞത്? യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവിടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനായിട്ട് പറഞ്ഞില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എനിക്ക് കർത്താവിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ. പിന്നെയോ
അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ തിരുവചനത്തിനനുസൃതമായ പ്രവർത്തികൾ അവനിൽ ഉണ്ടാകണം. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി പദം എന്നൊരു പദവിയുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രിയാകണമെങ്കിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമോ? ഒന്നും ചെയ്യണ്ട. പിന്നെയോ ആ പദവിക്ക് യോഗ്യനായ ഒരാളെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ആ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ആകുന്നത് വരെ പ്രധാനമന്ത്രിയാകുന്ന വ്യക്തിക്ക് പ്രധാനമന്ത്രിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. എന്നാൽ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാലോ ഒരു പ്രധാനമന്ത്രിക്ക് നിർവഹിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പദവി നിലനിർത്തുവാൻ സാധിക്കത്തുള്ളൂ. ഇതുപോലെയാണ് രക്ഷിക്കപ്പെടുന്ന ഒരുവന്റെ അവസ്ഥ. രക്ഷിക്കപ്പെടുവാൻ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലോ അവൻ ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കേണ്ടിയിരിക്കുന്നു. അത് രക്ഷിക്കപ്പെടുവാനല്ല, പിന്നെയോ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിനനുസരിച്ചുള്ള പ്രവർത്തികൾ ഉണ്ടാകണം. തിരുവചനത്തിൽ യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ചോദ്യമാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. യാക്കോബ് 2:14. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ചോദ്യചിഹ്നം. ചോദ്യം എന്താണ്? സഹോദരന്മാരെ, ഒരുവൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അതിനുള്ള ഉത്തരം തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. യാക്കോബ് 2:15 മുതൽ 26 വരെ. അവിടെ എന്താ വായിക്കുന്നത്? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുക എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവർത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുവൻ എനിക്ക് വിശ്വാസമുണ്ട്, നിനക്ക് പ്രവർത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. ഞാൻ എൻ്റെ വിശ്വാസം പ്രവർത്തികൾ കൂടാതെ കാണിച്ചു തരാം. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇപ്പൊ ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ വിശ്വാസത്തോടുകൂടെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നാം കാണുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ? അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് രാഹാവെന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും മറ്റൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. എന്ത് മനസ്സിലായി? തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ പോരാ. അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷയ്ക്കനുസരിച്ച പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായിട്ട് തീരും. രക്ഷിക്കപ്പെടുവാനല്ല നാം പ്രവർത്തികൾ ചെയ്യുന്നത്, പിന്നെയോ രക്ഷിക്കപ്പെട്ടതിനാലാണ്. അപ്പൊ തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുവാണ്. ഉദാഹരണത്തിലൂടെ ആരുടെ ഉദാഹരണമാണ് കാണിച്ചിരുന്നത്? അബ്രഹാമിൻ്റെ ഉദാഹരണം. തൻ്റെ മകനായ ഇസ്ഹാക്കിനെ അബ്രഹാം യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? എനിക്ക് യേശുവിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം എങ്ങനെ തെളിയിച്ചു? തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പം അബ്രഹാമിൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നുമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിത്യജീവൻ നമുക്ക് പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കണം.
അല്ലെങ്കിൽ ഈ തിരുവചനത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം നമ്മുടെ കർത്താവ് രണ്ടാമത് വരുന്നത് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചല്ല പ്രതിഫലം, പിന്നെയോ പ്രവൃത്തികൾക്കനുസരിച്ചാണ്. വെളിപ്പാട് 22:12. വെളിപ്പാട് 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. വചനം എന്താ പറയുന്നത്? ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. 2 കൊരിന്ത്യർ 5:10 എന്താ വായിക്കുന്നത്? 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പൊ എന്തിനനുസരിച്ചാ പ്രതിഫലം? പ്രവൃത്തികൾക്കനുസരിച്ചാണ്. നാം തിരുവചനം പഠിക്കുമ്പോൾ മനുഷ്യനിൽ 2 തരം പ്രവൃത്തികളുണ്ടെന്ന് കാണുവാൻ സാധിക്കും. എന്തൊക്കെ പ്രവൃത്തികളാണ്? ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ പ്രവൃത്തികളും. ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ പ്രവൃത്തികളും. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. റോമർ 8:5. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ നോക്കിക്കേ, മനുഷ്യന് ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ പ്രവൃത്തികളും ഉണ്ട്. എന്താണ് ജഡത്തിന്റെ പ്രവൃത്തികൾ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ. ഗലാത്യർ 5:19 മുതൽ 21 വരെ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവയെന്ന വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പൊ 15 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഇതിലേതെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തിരുവചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇനി ആത്മാവിന്റെ ഫലങ്ങൾ എന്താണ്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുന്നു. ഗലാത്യർ 5:22-23. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മാവിന്റെ ഫലം 9 എണ്ണം. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികളെ വിട്ടിട്ട് ആത്മാവിന്റെ ഫലമുള്ളവരായിട്ട് നാം മാറണം. അപ്പൊ നമ്മുടെ പ്രവൃത്തികളും നിത്യജീവനുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിത്യജീവനിൽ കടക്കണമെങ്കിൽ നീ കൽപ്പനകളെ പ്രമാണിക്കാതെ യേശു പറഞ്ഞതിന്റെ കാരണം നമ്മുടെ ജീവിതവും നമ്മുടെ നിത്യജീവനും നമ്മുടെ പ്രവൃത്തികളുമായിട്ട് വലിയ ബന്ധമുണ്ട്. യേശു ഇപ്രകാരം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 27-ാമത്തെ വാക്യം. മത്തായി 16:27. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് പ്രതിഫലം നൽകുന്നതിനെ പറ്റിയാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുക. പ്രവൃത്തികൾക്കനുസരിച്ച് അതിനെക്കുറിച്ച് കർത്താവ് വളരെ വിശദമായിട്ടൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിന് 25-ാം അധ്യായം 31 മുതൽ 43 വരെയുള്ള വേദഭാഗങ്ങൾ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 43 വരെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. അവരെ ഇടയൻ ചെമ്മരിയാടികളെയും കോലാടുകളെയും എന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടികളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും നിർത്തും. എന്നിട്ട് തന്റെ വലത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. അപ്പോൾ നീതിമാന്മാരുടെ ചോദ്യം, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശക്കുന്നവനായിട്ട് തന്നിട്ട് ഭക്ഷിപ്പാൻ തരികയോ, ദാഹിക്കുന്നവനായി കണ്ടിട്ട് കുടിപ്പാൻ തരികയോ, നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ, രോഗിയും തടവിലുമായിട്ട് കാണാൻ വരികയോ ചെയ്തു എന്നാ പറയും. അപ്പോൾ യേശുവിന്റെ മറുപടി, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ
ഒരുത്തന് നിങ്ങൾ ചെയ്തയിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത്. പിന്നെ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, കുടിപ്പാൻ തന്നില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നില്ല. അപ്പൊ നോക്കി എന്ന് ഉത്തരം പറയും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷകൾ അത് കർത്താവിന് ചെയ്യുന്ന ശുശ്രൂഷകളാണ്. അപ്പം നമ്മുടെ പ്രവൃത്തികൾ ദൈവവചനത്തിന് അനുസൃതമായിരിക്കണം. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നാം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിത്യജീവനും ദൈവവചനവുമായിട്ടുള്ള ബന്ധം നമുക്ക് പിടികിട്ടിയോ? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്താലേ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ 5:39, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അപ്പൊ ഈ തിരുവെഴുത്ത് നിത്യജീവനിലേക്ക് നമ്മെ നടത്തുന്നു. ഇത് അടച്ചുപൂട്ടി വെച്ചിരുന്നാൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദിനംതോറും ഈ വചനം വായിച്ച് ഇത് ധ്യാനിച്ച് ഇത് എന്തു പറയുന്നു എന്നതിനനുസരിച്ച് ജീവിച്ചാലേ നമുക്ക് നിത്യജീവനിൽ കടപ്പാൻ സാധിക്കത്തുള്ളൂ. എല്ലാ ദിവസവും ഇത് ശോധന ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. യേശുവിൻ്റെ സാക്ഷ്യം പറയുന്ന ഈ തിരുവചനമാകുന്ന പാറയെ തകർക്കുന്ന ചുറ്റിക നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിച്ച് നിത്യജീവന അവകാശികളായി തീരുവാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്കിന്ന് പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുക്കാം. കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനം, പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന തിരുവചനം എന്നെ നല്ല നിലത്തിൽ നടത്താമേ കർത്താവേ. ഇത് പരിശോധിച്ച് നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്നെ ഇടയാക്കണമേ. എത്ര പേർ തീരുമാനമെടുക്കുക? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ നല്ല തീരുമാനങ്ങളെ കർത്താവ് മാനിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സകല അസത്യങ്ങളെയും സത്യമാക്കുന്ന ഒരുവനെയാണ് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനം ഇന്ന് പകൽക്കാലം അടിയങ്ങളോട് സംസാരിച്ചല്ലോ. ദൈവവചനവും നിത്യജീവനും എന്നുള്ള വിഷയം അടിയങ്ങൾക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അടിയങ്ങൾ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും കർത്താവെ അവിടുത്തെ വചനത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് അടിയങ്ങളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവരെയും ഈ തിരുവചനപ്രകാരം ജീവിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ആവശ്യങ്ങളിരിക്കുന്നവർ, ഭാരങ്ങളിരിക്കുന്നവർ, പ്രതികൂലങ്ങളിരിക്കുന്നവർ, ജീവിതത്തിൻ്റെ എല്ലാ വൈഷമ്യങ്ങളിലൂടെയും കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ. എല്ലാ മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്നുള്ള പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും ഈ മാറ്റമില്ലാത്ത തിരുവചനം ശോധന ചെയ്ത് നിത്യജീവൻ്റെ വെളിച്ചത്തിൽ നടപ്പാൻ, നിത്യജീവനിലേക്ക് കൂടുതൽ നടന്നെടുക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം കാണുവാൻ, കേൾക്കുവാൻ മറക്കരുത്. മറ്റുള്ളവരോട് പറയണം. ഒരുപക്ഷെ നിങ്ങൾക്ക് TV ചാനലിലൂടെ കേൾക്കുവാൻ, കാണുവാൻ അവകാശമില്ലെങ്കിൽ യൂട്യൂബിൽ ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രസംഗങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക, അനേകരെ രക്ഷയിലേക്ക് നടത്തുക. അതിന് കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന
ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.